വളരെ സ്പെഷ്യലായ ഒരു അവാർഡാണിത്. കഥാപാത്രത്തിൻ്റെ ക്ഷുഭിത യൗവനം തന്നിലേക്ക് ആവാഹിക്കുകയും അതൊട്ടും തീവ്രത ചോരാതെ ചില പ്രത്യേക ശബ്ദവീചികളായി പ്രേക്ഷകരിലേക്ക് പ്രസരിപ്പിക്കുകയും ചെയ്ത അഭിനയ തികവിനാണ് ഈ അവാർഡ് നമ്മൾ സമ്മാനിക്കുന്നത്. ആൻഡ് ദ അവാർഡ് ഗോസ് ടു ശ്രീ ആസിഫ് അലി ഫോർ കാസർഗോഡ്. ഈ അവാർഡ് സമ്മാനിക്കുന്നതിനായി പ്രശസ്ത ഡോക്ടറെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മാസ് സിനിമയാണെങ്കിലും ഇതിലൊരു ക്ലാസ് എലമെന്റ് ഉണ്ട്. ഓരോ കഥാപാത്രങ്ങൾക്കും അവരുടേതായ ഐഡന്റിറ്റി നൽകിയിട്ടുണ്ട്. ക്യാരക്ടർ സർക്കിളെല്ലാം ഡെപ്തുള്ള രീതിയിലാണ് സ്കെച്ച് ചെയ്തിരിക്കുന്നത്. സൗഹൃദം, പ്രണയം, പ്രതികാരം, അങ്ങനെ എല്ലാതരം വികാരങ്ങളും സിനിമയിൽ കടന്നു പോകുന്നു. പലതരം ലേയേഴ്സ് ഉണ്ട്. അതിനൊരു റിപ്പീറ്റ് വാല്യൂ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തിരക്കഥ സാഹിത്യത്തിൻ്റെ മറ്റൊരു രൂപമാണ്. അതിൽ ഒരു കവിത്വമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എഴുത്തിൽ ഒരു സ്വീറ്റ്നെസ് കൊണ്ടുവരാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ എഴുതുമ്പോൾ സ്വാഭാവികമായി അത് വരാറുണ്ട്. 2023 ഇറങ്ങിയ ഒരു സിനിമയെ പറ്റി അതിൻ്റെ തിരക്കഥാകൃത്ത് സിനിമയുടെ റിലീസിന് മുമ്പേ പറഞ്ഞ വാചകങ്ങളാണ് ഇത്. ഏത് സിനിമയാണെന്ന് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒന്നൊന്ന് ശ്രമിച്ചു നോക്കൂ. മനസ്സിലായില്ല? ബുദ്ധി ഉപയോഗിക്കുക. ഇജാതി തള്ളിയ എഴുത്തുകാരന്റെ പേര് അഭിലാഷ് എൻ ചന്ദ്രൻ. എഴുതിയ സിനിമ കിങ് ഓഫ് കൊത്ത. വളരെ ശക്തമായ ഒരു കോമ്പറ്റീഷൻ നടന്ന കാറ്റഗറി ആയിരുന്നു ഇത്. ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനാണ് 2023 കേരളം സാക്ഷ്യം വഹിച്ചത്. അവാർഡ് പ്രഖ്യാപനത്തിലേക്ക് ഈ അവാർഡ് നിർണയം വളരെ സിമ്പിൾ ആയിരുന്നു, സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരുന്നു. ആൻഡ് ദ അവാർഡ് ഗോസ് ടു വളരെ നാരോ മാർജിനിൽ ഓസ്കാർ മിസ്സായെങ്കിലും ഈ അലിമോല അവാർഡ് നമ്മൾ ജൂഡിന് സമ്മാനിക്കുകയാണ്. കോവിഡ് പാൻഡമിക് കേരളത്തിലെ തീരദേശവാസിയായ ഒരു സാധാരണ യുവാവിനെ, അയാളുടെ ബിസിനസ്സിനെ, അയാളുടെ വ്യക്തി ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും ഇവിടുത്തെ സിസ്റ്റത്തിന്റെ പോരായ്മകൾ എന്തൊക്കെ ആയിരുന്നുവെന്നും വളരെ സീരിയസ് ആയി, ഇമോഷണലായി, പൊളിറ്റിക്കലായി സംസാരിക്കുന്ന ഒരു സിനിമ. ബാപ്പ എന്നായിരുന്നു അത്രേ ഈ സിനിമയ്ക്ക് ആദ്യം നിശ്ചയിച്ച പേര്. എന്നാൽ നായകൻ ബേസിൽ ജോസഫിന്റെ ഇമേജും ബോക്സ് ഓഫീസ് പൊട്ടൻഷ്യലും ഒക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ജയ 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 ഹേ പോലൊരു ഫണ്ണി ടൈറ്റിൽ ഈ സിനിമയ്ക്ക് കൊടുക്കാൻ അതിൻ്റെ അണിയറക്കാർ തീരുമാനിക്കുന്നു. കഠിന കഠോരമി അണ്ടകടാഹം. മറ്റൊരു ബേസിൽ ജോസഫ് ഫൺ എന്റർടൈനർ പ്രതീക്ഷിച്ച് ആദ്യ ദിവസങ്ങളിൽ തിയേറ്ററിലേക്ക് പോയ പ്രേക്ഷകർ സ്വാഭാവികമായും നിരാശരാകുന്നു. സിനിമ അടപടലം തകരുന്നു. രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, സിനിമ എന്താണോ അത് അതേപോലെ മാർക്കറ്റ് ചെയ്യണം. നിങ്ങൾ സദ്യ തരാമെന്ന് പറഞ്ഞൊരു കൂട്ടം ആൾക്കാരെ വിളിച്ചിട്ട് അവർക്ക് കുഴിമന്തി കൊടുത്താൽ അവർ തെറി വിളിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകും. രണ്ട്, മനുഷ്യന് വായിൽ കൊള്ളുന്ന പേരിടണം സിനിമയ്ക്ക്. ഏട്ടാ ന്യൂൻഷോ 2 ടിക്കറ്റ്. ഏത് സിനിമ? മറ്റേ രണ്ട് സിനിമ മനസ്സിൽ. ഈ കഠിന കടോരം, ഈ അണ്ടകടാഹം, ഇന്ത്യക്കാക്കൊക്കെ ഒരു പ്രേമം ഉണ്ടായിരുന്നു. ഇതൊക്കെ ബഷീറിയൻ സാഹിത്യത്തിൽ ഓക്കെയാണ്. പക്ഷെ ദയവേത് നിങ്ങൾ ഇതൊന്നും സിനിമാ പേരാക്കി ഇടരുത്. ഊണിലും ഉറക്കത്തിലും തകർന്നുകൊണ്ടിരിക്കുന്ന മലയാള സിനിമാ വ്യവസായത്തെ എന്ത് വില കൊടുത്തും രക്ഷിക്കണം എന്ന് ശപഥമെടുത്ത മനസ്സാണ് അയാൾക്ക്. അയാൾക്ക് വലുത് ഈ ഇൻഡസ്ട്രിയാണ്.
അതിനെ സംരക്ഷിക്കാൻ അയാൾ ഏതറ്റം വരെയും പോകും. ഒരു സിനിമ ഒരു വ്യവസായമാണെന്ന്, നൂറുകണക്കിന് ആളുകളുടെ ജോലിയാണെന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധി വേണം. കാരണം അത്രമാത്രം പണം മുടക്കുള്ള സിനിമ, നൂറുകണക്കിന് ആളുകളുടെ ജോലി ചെയ്യുന്ന മേഖല, ആ മേഖലയെ തകർക്കുന്ന നിലയിലേക്ക് ചില റിവ്യൂഴ്സുമാർ വരുന്നതിനെതിരെയാണ് ഈ പോരാട്ടം. ഒത്തിരി പേരുടെ അധ്വാനമാണ്. സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമായിട്ട് നിങ്ങൾക്ക് എഴുതാൻ കഴിയും, പക്ഷേ സിനിമയെ കൊല്ലരുത്. 200-250 ആളുടെ അധ്വാനമാണ് എന്ന് ഞാൻ പറയുന്ന ഒരു പോയിന്റാണ് ഇപ്പോഴും പറയുന്നത്. റിവ്യൂ ചെയ്യുന്ന തെറ്റും ശരിയും തിരിച്ചു, പക്ഷെ വ്യക്തിഹത്യ ചെയ്യുന്നതിന് മാത്രമേ ഞാൻ എപ്പോഴും എതിർക്കാറുള്ളൂ. അവരെ വ്യക്തിഹത്യ ചെയ്യുന്നതിനെതിരെ തന്നെയാണ് ഈ ഹൈദരലി പോരാടിക്കൊണ്ടിരിക്കുന്നത്. ഞാനും അതിന്റെ റിവ്യൂ കണ്ടാണ്. ഞാനും അദ്ദേഹത്തിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനെതിരെ കേസ് ഫയൽ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആ പോരാട്ടം ഞാൻ തുടരുകയും ചെയ്യും, കാരണം സിനിമയെ കൊല്ലുന്നതിനുകൊണ്ട്. സിനിമ കണ്ടിട്ട് നിങ്ങൾ സിനിമയുടെ സത്യസന്ധമായ റിവ്യൂ എഴുതുക, കാണാതെ സിനിമയെ കൊല്ലരുത്. ഒത്തിരി പേരുടെ അധ്വാനമാണ് അതിന്റെ പിന്നിൽ നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അവരുടെ അധ്വാനങ്ങളാണ്. സിനിമ നല്ലതാണെങ്കിൽ നല്ലതെന്ന് തന്നെ തീർച്ചയായിട്ടും എഴുതാം, മോശമാണെങ്കിലും അതും എഴുതാം. വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലേക്ക് സിനിമയിൽ അഭിനയിക്കുന്നവരുടെ പേരെടുത്ത് വിമർശനവുമായി മുന്നോട്ട് പോകരുത്. ഇത് പറഞ്ഞ ആരോട് കൊടുക്കുന്നത്